തുടർന്ന് വിവാദ സിനിമ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച് ഇടുക്കി രൂപത. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിശ്വാസ പരിശീലന ക്ലാസിന്റെ ഭാഗമായാണ് സിനിമ പ്രദർശിപ്പിച്ചത്. പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് സിനിമ പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം. ഏപ്രിൽ മാസം 2, 3, 4 തീയതികളിലായിട്ട് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3 ദിവസം ഒരു ഇൻറ്റൻസീവ് കോഴ്സ് എല്ലാ പള്ളികളിലും നമ്മൾ നടത്തിയിരുന്നു. 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു ടെക്സ്റ്റ് ബുക്ക്, അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് പ്രണയത്തെക്കുറിച്ചായിരുന്നു. അപ്പോൾ പ്രണയത്തിൻ്റെ വിവിധ മാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഈ ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അകത്ത് പ്രണയക്കുരുക്കുകളെക്കുറിച്ചും അതിൻ്റെ അകത്ത് വീണ് പോയാലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചുമൊക്കെ ഉള്ള മാറ്ററുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവർക്കൊരു വർക്ക് കൊടുത്തു, ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ആ സിനിമയെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുകയും അത് റിപ്പോർട്ടുകളായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു വർക്കാണ്. ആ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുത്ത സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ. അത് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഒരു അവയർനെസ് കൊടുക്കുക എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സന്ദീപ് രാജാക്കാട് വിശദാംശങ്ങളുമായി. രൂപതയുടെ ഭാഗമായി എല്ലാ പള്ളികളിലും ഇത് കാണിക്കുന്നുണ്ടോ? നികേഷ് കുമാർ, അങ്ങനെയല്ല. ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2, 3, 4 തീയതികളിൽ സംഘടിപ്പിച്ച ഈ വിശ്വാസ പരിശീലന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഈ 11, 12 ക്ലാസ്സുകളിൽ 10, 11, 12 ക്ലാസ്സുകളിൽ വേദപാഠ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിച്ചത്. ഈ രൂപതയുടെ ഭാഗമായി നടത്തിയ ക്യാമ്പിൽ വെച്ചിട്ട് അതിലേറ്റവും പ്രധാനമായി പറഞ്ഞിരുന്നത് ഒരു വലിയ പഠന പ്രവർത്തനം തന്നെ ഇവർ ചിട്ടപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ക്യാമ്പുകളും സെമിനാറുകളും നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനമായി ഈ പെൺകുട്ടികൾ ചതിക്കുഴിയിൽ പെട്ടുപോവുക, ഇല്ലെങ്കിൽ പ്രണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ നേരിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് രൂപത. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഈ സിനിമ പ്രദർശിപ്പിക്കുകയും പിന്നീട് ഈ സിനിമയെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഈ രൂപത തന്നെ വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും കേരള സ്റ്റോറിയുമായി ഇത്രയധികം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു നടപടികളിലേക്ക് പോകുന്നത് ഏത് തരത്തിലാണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറയുന്നത് OTT പ്ലാറ്റ്ഫോമുകളിൽ അടക്കം റിലീസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ഒരു വർഗീയ മാനം നൽകുമ്പോൾ മാത്രമാണ് അത് വിവാദ ചർച്ചയായി മാറിയത് എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. എന്തായിരുന്നാലും മറ്റൊരു തരത്തിലുള്ള ഒരു ഇടപെടലോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചിന്തിച്ചതുകൊണ്ടോ അല്ല ഇത്തരത്തിൽ ഒരു പ്രദർശനം നടത്തിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നടത്തുക എന്നുള്ളത് മാത്രമാണ് ഈ സിനിമാ പ്രദർശനത്തിലൂടെ രൂപത ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. മറ്റു ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നില്ല, ഇല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഇടുക്കി രൂപത വ്യക്തമാക്കുന്നത്. എന്തായിരുന്നാലും 2, 3 തീയതികളിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന 10, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുകയും അതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശവും ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് രാഷ്ട്രീയമായ ആളുകളുടെ പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അത്തരം ചിന്തയിലേക്ക് ഇല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതില്ല എന്നും രൂപത വ്യക്തമാക്കുന്നുണ്ട്. നികേഷ് കുമാർ, സന്ദീപാണ് വിശദാംശങ്ങൾ നൽകിയത്.